നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോഡിലെ മെറ്റൽ തെറിച്ച് ബേക്കറിയുടെ ചില്ല് തകർന്നതായി പരാതി. വെങ്ങാനൂർ ജംഗ്ഷനിൽ ടേസ്റ്റ് എൻജോയ് ബേക്കറിയിലാണ് കല്ലു തെറിച്ച് ഗ്ലാസ് പൊട്ടിയത്. ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. വെങ്ങാനൂർ മുതൽ കല്ലുവെട്ടാൻകുഴി വരെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് കുഴിച്ച കുഴി മൂടാൻ ഉപയോഗിച്ച മെറ്റലാണ് അപകട ഭീഷണിയാകുന്നത്. റോഡിന്റെ എല്ലാ വശത്തും വലിയ മെറ്റൽ കൂനകൾ നിരത്തിയും കുഴികൾ മൂടാതെയുമാണ് അപകട സാധ്യത ഉണ്ടായിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. വാഹനങ്ങൾ മെറ്റൽ കയറിയിറങ്ങി വീഴുന്ന കാഴ്ച പതിവാണ്. ഈ ഭാഗങ്ങളിൽ അമിതമായി പൊടിശല്യവുമുണ്ട്. സ്കൂളിൽ വരുന്ന രക്ഷാകർത്താക്കൾ കുഴിയിൽ വീണ് അപകടമുണ്ടാക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക്. എന്റെ പേര് വിനോദ് കുമാറാണ്. പൗരാശ സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് വാർത്ത കൊടുത്തിരുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിൽ എല്ലാം വന്നിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് ഇപ്പൊ റോഡിൽ സഞ്ചരിക്കാനൊക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഈ കോൺട്രാക്ടർമാരും ചേർന്നാണ് ജനത്തിന് ഈ ബുദ്ധിമുട്ട് അത്രയും ഉണ്ടാക്കുന്നത്. റോഡെല്ലാം വെട്ടിക്കുഴിച്ച് ഇട്ടിട്ട് വലിയ പൈപ്പ് ലൈനുകൾ കൊണ്ടിട്ട് ചല്ലിയും പൊടിയും കൊണ്ട് ഇവിടെ റോഡ് നിറഞ്ഞു കിടക്കുന്നു. രോഗികൾ എല്ലാ ആൾക്കാരും രോഗികളും ചെമ്മീൻ ശ്വാസം മുട്ടലും വന്ന രോഗികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ നടന്നു പോകുമ്പോഴത്തേക്ക് ചല്ലികൾ ഇടയ്ക്ക് അത്രയും കിടക്കണമുണ്ട്. ഒരുപാട് കാൽനട യാത്രക്കാരും സ്കൂട്ടർ യാത്രക്കാരും മറിഞ്ഞു വീഴുകയാണ്. ഇത് ദിവസവും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം കോൺട്രാക്ടർമാരും ഭരണാധികാരികളും ചെയ്തത്. അപ്പൊ ജനത്തിന് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ ഇതെല്ലാം ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സംവിധാനത്തിനെതിരെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കൂ. ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടത്തുന്ന ഒരു ജനകീയ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത്. അത്രയും ഇതുകൊണ്ട് ജനത്തിന് ഒരു പ്രയോജനവുമില്ല. ചെറിയ പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം, അതുപോലെ കുടിവെള്ളക്ഷാമം അതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ നിൽക്കുകയാണ്. ചെറിയ പൈപ്പിൽ കൂടെ വെള്ളം വരണില്ല. പിന്നെ ഈ വലിയ പൈപ്പിട്ട് ജനത്തിന് എന്നാണ് ഇനി വെള്ളം കൊടുക്കാൻ പോണത്? അപ്പൊ എല്ലാ രീതിയിലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജനത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനത്തിന് പ്രതികരണ ശേഷിയില്ല, അവരൊന്നിനും പ്രതികരിക്കണമില്ല. നമ്മൾ തന്നെ പല ഉദ്യോഗസ്ഥന്മാർക്കും വാർത്തകൾ കൊടുത്തതിന് ശേഷം ഡിപ്പാർട്ട്മെന്റുകളിൽ പരാതി കൊടുത്താൽ പോലും ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയൊരു വിങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ പദ്ധതിയുടെ പേരിൽ വൻ വെട്ടിപ്പും തട്ടിപ്പുമാണ് നടക്കുന്നത്, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നുകൊണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തനവും നേരത്തെ സംവിധാനം പോകും. ഇത് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് പരാതികൾ കൊടുത്ത് ഈ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിടാൻ വരുന്നവരെ അവിടെ നിർത്തി അതിന് എന്റെ പേര് ഈ വാട്ടർ അതോറിറ്റി ഇവിടെ കുഴിച്ചിട്ടിട്ട് കാലങ്ങൾ കുറേയായി. ഇപ്പോ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ കുറച്ച് മെറ്റിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ മെറ്റിൽ കാരണമുള്ള ശല്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവഴി പോകും ഇന്നിപ്പോ ഒരു ലോറി പോയിട്ട് കല്ലടിച്ചിട്ടാണ് എന്റെ കടയുടെ ഈ ഗ്ലാസ് ഇന്ന് ഇവിടെ പൊട്ടിയത്. ഇത് നമ്മുടെ കോൺട്രാക്ട് പടയുള്ള മുഴുവൻ ആൾക്കാരും ഇതിന് ഉത്തരം തന്നെയാണ്. പൊടിയുടെ ശല്യം രൂക്ഷം തന്നെ, വളരെ രൂക്ഷമായിട്ടാണ് പൊടിയുടെ ശല്യം ഉള്ളത്. സ്കൂൾ വിടുന്ന സമയത്ത് നിങ്ങളോട് കുറച്ചൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ടൂ വീലറിൽ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന പല രക്ഷിതാക്കളും ഇവിടെ വന്ന് വീഴാറുണ്ട്. ഇതൊക്കെ കണ്ട് പലരെയും ഞങ്ങൾ പിടിച്ചെഴുപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് ആരോടാ പരാതി പറയുന്നത് തന്നെ ഒരു എത്തും പിടുത്തമില്ല. ഇവിടുത്തെ വാർഡ് കൗൺസിലറെ വിളിച്ചപ്പോൾ വാർഡ് കൗൺസിലർ പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ സമയമല്ല, ഞാൻ കുറെ ടെൻഷനിലാണെന്ന് പറഞ്ഞ ആദ്യം വാർഡ് കൗൺസിലർ വിളിച്ചെടുപ്പോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളെ വ്യാപാര വ്യവസായയുടെ പ്രസിഡന്റിനെ രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞപ്പോ ഹോസ്പിറ്റലാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചതെന്ന് തിരിച്ചവർ ന്യായം പറയും. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ എന്റെ ഈ നഷ്ടം ആരാ നികത്തി തരിക? ഞാനത് മറ്റേ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ നഷ്ടങ്ങൾ ആരുടെ പട്ടികയിലാണ് വക വെക്കേണ്ടത്? നിങ്ങൾ നാട്ടുകാരെ നിങ്ങളൊക്കെ നിന്ന് പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് തീരുമാനമാകട്ടെ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ വർക്കിന് കോൺട്രാക്ട് എടുത്ത ആള് എനിക്ക് ഇതിൻ്റെതായ കോമ്പൻസേഷൻ തന്നെ തരട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ.